സർ, നീറ്റ് പരീക്ഷ ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? എന്നോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നീറ്റ് പരീക്ഷ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കഴിഞ്ഞ 24 അല്ലെങ്കിൽ 25 മാസം നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ അടുത്ത ഒരു മാസം ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട 5 മിസ്റ്റേക്സ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോവുകയാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. ഓരോ മിസ്റ്റേക്സും സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ. ഓക്കെ, സോ എന്താണ് അവോയ്ഡ് ചെയ്യേണ്ട ആ 5 മിസ്റ്റേക്സ് എന്നുള്ളത്? ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് ഡോണ്ട് ഓവർലോഡ് യു വിത്ത് ന്യൂ മെറ്റീരിയൽസ് എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഒരു ത്വര ഉണ്ടാവും, പുതിയ മെറ്റീരിയൽസ് എന്തെങ്കിലും കണ്ടാൽ അത് പഠിക്കണം എന്നുള്ളത്. ഈ ത്വര വരാനുള്ള കാരണം പലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഏതെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ തോന്നും ആ മെറ്റീരിയലിൽ നമ്മൾ പഠിക്കാത്ത എന്തോ ഒരു സംഭവമുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളൊരു എക്സ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട് വൈ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു. ആ വൈ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ എക്സ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാത്ത എന്തെല്ലാമോ ചോദിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നാറില്ലേ? ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ്. ഒരുവിധം മെറ്റീരിയൽസ് ഒക്കെ എടുത്താലും ഒരുവിധം സ്റ്റാൻഡേർഡ് കണ്ടൻസാണ് ഭൂരിഭാഗം മെറ്റീരിയൽസിലും ഉണ്ടാവുക. അപ്പോൾ പുതിയ മെറ്റീരിയൽ പഠിക്കാനുള്ള സമയമല്ല ലാസ്റ്റ് 1 മന്ത് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് എപ്പോഴും വേണം. പുതിയൊരു ബുക്ക് പഠിക്കാൻ, പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പുതിയ മെറ്റീരിയൽ എടുത്ത് ഇതുവരെ പഠിക്കാത്തൊരു സംഭവം പഠിക്കാൻ ഇതിനുള്ള സമയമല്ല. നേരെ മറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യാനുള്ള ഒരു സ്പേസിലാണ് നമ്മളുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ റിവിഷൻ, അതേപോലെ കൺസെപ്റ്റ്സ് റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. അല്ലാതെ പുതിയ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ല. കാരണം നമ്മുടെ ബ്രെയിനിന് ഈ ഒരു ടൈം വേണം പ്രോസസ്സ് ചെയ്യാനും, അതേപോലെ തന്നെ പുതിയ മെറ്റീരിയൽ അത് ഒന്ന് റീടൈം ചെയ്യാനൊക്കെ നമുക്ക് സമയം വേണം. അതിനുള്ള സമയം നമുക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പകരം നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മൾ കണ്ടെത്തുക, ആ വീക്ക്നെസ്സുകളെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ദിസ് ഈസ് ദ ഫസ്റ്റ് മിസ്റ്റേക്ക്. ഓക്കെ, രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് പ്രാക്ടീസ് ടെസ്റ്റുകളെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇനി കുറേ പരീക്ഷയൊക്കെ എഴുതിയില്ലേ, ഇനി പരീക്ഷ ഒന്നും എഴുതാൻ വയ്യ, ഓക്കെ ഇനി ആ എക്സാമിൻ്റെ സമയത്ത് കാണാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലെത്തും. രണ്ടാമതൊരു തോട്ട് പ്രോസസ് എന്താ വെച്ചാൽ, കുറേ എക്സാം ചിലപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ നടക്കുന്നുണ്ടാവും. നമുക്ക് തോന്നും എൻ്റെ ഒരു പഠനത്തിൻ്റെ പ്ലാൻ അനുസരിച്ചല്ല അവിടുത്തെ ടെസ്റ്റ് പോകുന്നത്. എൻ്റെ പ്ലാൻ എന്താണ്? ഞാൻ ഇന്നെന്ന രീതിയിലാണ് പഠിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഫിസിക്സ് ആദ്യം പഠിച്ച് റിവൈസ് ചെയ്ത് പിന്നെ കെമിസ്ട്രി പഠിച്ച് പിന്നെ ബയോളജി പഠിച്ച്, അവിടെ ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക, അല്ലെങ്കിൽ വൈസ് വേഴ്സ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന പാഠത്തിൻ്റെ ടെസ്റ്റ് അല്ല അവിടെ നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ദിസ് എ ബിഗ് മിസ്റ്റേക്ക്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മന്തിൽ എപ്പോഴും ടെസ്റ്റിന് റെഡി ആയിരിക്കണം. ഇനി അഞ്ചാം തീയതിയുള്ള നീറ്റ് പരീക്ഷ ഏപ്രിൽ 15 ആണ് എന്ന് പറഞ്ഞാലും അതിന് നമ്മൾ റെഡി ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത്. ഏത് സമയത്തും എക്സാം എഴുതാൻ റെഡി ആയിരിക്കണം. കാരണം എക്സാം എന്നുള്ളത് നമ്മൾ കേവലം ആ ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല നമ്മൾ കാണേണ്ടത്. ഈ ഒരു 3 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ എങ്ങനെ 180 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും, അതിനോട് നമ്മൾ എങ്ങനെ ആ ഒരു ഫോർമാറ്റിനോട് ഫെമിലിയർ ആവും, എങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു എക്സാം സ്ട്രാറ്റജി നമ്മളോട് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അല്ലെങ്കിൽ അവിടുത്തെ മെൻറ്റേഴ്സും അവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ പലതും പറഞ്ഞിരുന്നുണ്ടാവും അല്ലേ, പല അപ്രോച്ചുകളും പറഞ്ഞിരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു അപ്രോച്ച് എക്സാമിനോട് എടുക്കും അല്ലേ. അങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യണം, ഏത് സബ്ജക്റ്റ് ആദ്യം അഡ്രസ്സ് ചെയ്യണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ആ സ്ട്രാറ്റജി ഇല്ലാതിരിക്കാൻ കാരണം എന്താ? നമ്മൾ വേണ്ടത്ര എക്സാംസ് എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അൺപ്രിപ്പയർഡ് ആണ് എന്നുള്ളത് കൊണ്ട് എക്സാം എഴുതാതിരിക്കുന്നത് നിങ്ങളെ കൂടുതൽ അൺപ്രിപ്പയർഡ് ആക്കിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരം സ്വഭാവമുള്ള ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യണം. ആ സ്വഭാവം ഇന്നു മുതൽ നിർബന്ധമായിട്ടും നിങ്ങൾ തിരുത്തണം. പരമാവധി പരീക്ഷകൾ തേടിപ്പിടിച്ച് ഇനി വേറെ എവിടെയെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും എഴുതണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് നോട്ട് റിവ്യൂവിങ് യുവർ മിസ്റ്റേക്സ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പരീക്ഷ എഴുതി, പല ആൾക്കാർ പരീക്ഷ എഴുതിയിട്ടോ അത് കഴിഞ്ഞു, അതിന് മാർക്ക് കുറഞ്ഞെങ്കിൽ നോ ഐ എം നോട്ട് ലുക്കിംഗ് ദർ. ഓക്കെ, അത് നോക്കിയപ്പോൾ കോൺഫിഡൻസ് കുറയും. സാധാരണ നമുക്ക് 600 രൂപ കിട്ടും, നമുക്ക് ഒരു പേപ്പറിൽ 580 കിട്ടിയാൽ അത് നോക്കണ്ട, അത് കഴിഞ്ഞു. ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ബേസിക്കലി ദിസ് ഈസ് എ വെരി റോങ് സ്ട്രാറ്റജി. ഓക്കെ, ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഒരു ഓർഡിനറി സ്റ്റുഡൻറ്റിനെയും ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റിനെയും വ്യത്യസ്തനാക്കുന്നത് എന്ത് കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് അയാൾ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റ് എപ്പോഴും അയാളുടെ എക്സാംസ് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് മിസ്റ്റേക്ക് കണ്ടെത്തും. ഓക്കെ, 4 രീതിയിലുള്ള എറേഴ്സ് ഒരാൾക്ക് വരാം.
ഓക്കെ, മാർക്ക് അനാലിസിസ് എന്നാണ് ഞാൻ സാധാരണ അതിന് പറയാറുള്ളത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണേ. എം എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ എറർ. മാത്തമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സില്ലി മിസ്റ്റേക്സ് വരുത്തുന്നു. നമുക്ക് കൺസെപ്റ്റ് അറിയാം, പക്ഷേ നമ്മൾ അരിത്മെറ്റിക്സ് മിസ്റ്റേക്ക് വരുത്തുന്നു. അങ്ങനെ വരുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയും. ഓക്കെ, അപ്പോൾ അതിനുള്ള റെമഡിയൽ മെഷർ നമുക്ക് വേണം. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എറർ. അപ്ലിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ പുതിയ ക്വസ്റ്റ്യൻസ് കണ്ടാൽ ചെയ്യാൻ അറിയില്ല. ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല എന്നുള്ളത്, നമ്മളെ പ്രാക്ടീസ് കുറവാണെന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തത് റീഡ് ദ ക്വസ്റ്റ്യൻ എറർ. റീഡ് ദ ക്വസ്റ്റ്യൻ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെന്തോ എഴുതും, ചോദ്യം വേറെന്തോ ആയിരിക്കും. ലൈക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാതെ നമ്മളൊരു മിസ്റ്റേക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ വേറെന്തോ ആൻസർ എഴുതിയേക്കും. ക്വസ്റ്റ്യൻ വായിക്കുന്നിടത്ത് നമുക്ക് വരുന്നൊരു എറർ. നാലാമത്തെ നോളജ് എറർ. ദിസ് ഈസ് ദ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് എറർ നൗ. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രോബ്ലമാറ്റിക് എററാണ്. കാരണം നമുക്കൊരു കാര്യം അറിയാത്തതുകൊണ്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ 4 രീതിയിൽ നിങ്ങളുടെ എറേഴ്സിനെ നിങ്ങൾ ബക്കറ്റൈസ് ചെയ്യുക, 4 ബക്കറ്റ്സ് ആക്കി മാറ്റുക. എന്നിട്ട് നിങ്ങൾ നോക്കുക എവിടെയാണ് കൂടുതൽ എറേഴ്സ് ഉള്ളത്. അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം പ്ലാൻ ചെയ്യാനുള്ള, റിവിഷൻ പ്ലാൻ ചെയ്യാനുള്ള സമയമാണിത്. ഓക്കെ, അപ്പം 4ാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് എക്സാം പേപ്പറിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. വളരെ സില്ലി മിസ്റ്റേക്സ്. അത് നമ്മുടെ മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എല്ലാവരും വരുന്നൊരു സിമ്പിൾ മിസ്റ്റേക്ക് ഞാൻ പറയാം. നമ്മളിങ്ങനെ പെൻ ആൻഡ് പേപ്പർ ആയിട്ട് നമ്മൾ നീറ്റ് പരീക്ഷ എഴുതുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ എ, 11ാമത്തെ ക്വസ്റ്റ്യൻ എ, 12ാമത്തെ ക്വസ്റ്റ്യൻ എ, 13ാമത്തെ ക്വസ്റ്റ്യനും എ ആയാൽ നമുക്കൊരു സെൽഫ് ഡൗട്ട് അടിക്കാൻ തുടങ്ങും. അവിടെ ഇതെന്താ പിന്നെയേ, ഇതെന്താ എല്ലാം എ, അപ്പോൾ ഞാൻ എഴുതിയാൽ എന്തോ തെറ്റുണ്ടോ? അപ്പോൾ 13 എ കിട്ടിയാലും നമ്മൾ എ എഴുതൂല. പകരം നമ്മൾ എന്തോ അന്വേഷിച്ച് നമ്മൾ ക്വസ്റ്റ്യനിൽ വേറെ എന്തോ സംഭവം കണ്ടെത്തിയിട്ട് നമ്മൾ ബി എഴുതും, ഒക്കെ തെറ്റിക്കും. ഓക്കെ, ഇത് സാധാരണ എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്. ഒരിക്കലും ഒരു എക്സാമിനർ ഒരിക്കലും ഇങ്ങനെയൊന്നുമല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. അല്ല നിങ്ങളിങ്ങനെ നമ്പർ നോക്കി എല്ലാം എ ആണെങ്കിൽ അടുത്തത് ബി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പോൾ ബേസിക് കോമൺ സെൻസ് പലപ്പോഴും നമുക്ക് മിസ്സായി പോകും. എക്സാം ഹാളിൽ കയറുമ്പോഴുള്ള പ്രശ്നം അതാണ്. നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ഒരിക്കലും കോമൺ സെൻസ് കൈവിടരുത്. നമ്മളെപ്പോഴും ആലോചിക്കുക ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ആൻസറിങ് രീതി ഏതാണ്, ഇതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അതിന് പകരം കോംപ്ലക്സ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത ആൾക്ക് എന്നെ തോൽപ്പിക്കണമെന്ന് എന്തോ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചാൽ അത് വലിയ പ്രശ്നത്തിലോട്ട് പോകും. അതേപോലെ എക്സാം ഹാളിൽ ടൈം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇരിക്കും. റൈറ്റ്, ദാറ്റ്സ് എ റോങ് സ്ട്രാറ്റജി അല്ലേ? അങ്ങനെ നമ്മൾ ഒരു റോങ് സ്ട്രാറ്റജീസ്, ഒരു കോമൺ സെൻസിക്കൽ അല്ലാത്ത കാര്യങ്ങൾ. ആ നീറ്റ് ഒരു ഹൈ സ്കോറിങ് എക്സാമാണ്. ഇവിടെ നമുക്ക് ആകെ 150 ചെറിയ സമയമുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് 150 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഈ ഓവർ തിങ്കിങ് നമ്മളെ പല അബദ്ധത്തിലും കൊണ്ടുപോയാക്കും. ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് എക്സാം എഴുതാത്തതാണ്. ആവശ്യത്തിന് എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗം നമ്മളിപ്പോഴേ കൂടുതൽ എക്സാം എഴുതാൻ പോവുക എന്നുള്ളത്. 5ാമത്തെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം, വി ഇഗ്നോർ അവർ സെൽഫ്സ് ഇൻ ലാസ്റ്റ് 1 മന്ത് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നിങ്ങളിൽ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ +2ൻ്റെ കൂടെ ക്രാഷിന് പോകുന്ന ആൾക്കാരുണ്ടാവും, പല മെൻ്റൽ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും. അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു നോ ദാറ്റ് നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു മന്ത് ആകുമ്പോഴേക്ക് ആകെ ഭ്രാന്ത് പിടിച്ച് ഇനി ഇതല്ലാതെ ജീവിതമില്ല എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ഉറക്കമൊക്കെ കളഞ്ഞ് നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ആ രീതിയിലോട്ട് ഒരിക്കലും പോവരുത്. അത് നമുക്ക് ആ സമയത്തൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അത് നമുക്ക് ഡെട്രിമെൻ്റലായിട്ടേ വരുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെ നമ്മുടെ മെമ്മറി റിട്ടൻഷൻ്റെ വലിയൊരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു 6 to 7 hours ഉറക്കം കിട്ടാത്ത ഒരാൾക്ക് അയാളുടെ മെമ്മറിയിൽ ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അയാൾ പഠിച്ചതൊക്കെ പെട്ടെന്ന് മറന്നു പോകും. അങ്ങനെ പഠിച്ച് ഭ്രാന്താവുന്ന ഒരവസ്ഥയിലോട്ട് നമ്മളെ തന്നെ കൊണ്ടുപോകരുത്. ഓഫ് കോഴ്സ് വി ഹാവ് എ ഡ്രീം. നമ്മൾ ആ വലിയ ഡ്രീമിന് വേണ്ടിയിട്ടാണ് നീറ്റ് അല്ലെങ്കിൽ MBBS ഡോക്ടർ ആവുക എന്നുള്ളൊരു ഡ്രീമിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ബട്ട് ദാറ്റ്സ് നോട്ട് ആക്ച്വലി അത് അത്രത്തോളം വേർത്ത് അല്ല. മാത്രമല്ല നമ്മുടെ ഗോളിന് നേരെ ഓപ്പോസിറ്റായിട്ടേ വരുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബേൺ ഔട്ടിലോട്ട് പോകരുത്. അത് നമ്മളെ പ്രയാസങ്ങളിലോട്ട് നയിക്കും, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കുക, അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന സമയത്തൊക്കെ ചെറിയ എക്സസൈസോ മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ 5 things ദാറ്റ് യു ഷുഡ് ടേക്ക് കെയർ. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോസിലൂടെ പറയുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.